1000 എം സ്ക്വയർ അല്ലെ മീറ്റർ സ്ക്വയർ പോളി ഹൗസിൽ 500 എം സ്ക്വയർ പയറും 500 എം സ്ക്വയർ കുക്കുംബറുമാണ് കൃഷി ചെയ്തത്. അതിൽ കുക്കുംബറിന് 1 കിലോയ്ക്ക് 40 രൂപ വെച്ചാണ് ഞാൻ വിറ്റത്. എനിക്ക് 6830 കിലോഗ്രാം കുക്കുംബർ കിട്ടി. അത് ഇതുവരെ രേഖയിൽ ഇത്രയും വലിയ ഒരു ഉൽപ്പന്നം കിട്ടിയതായി കണക്കുകളില്ല. പോളി ഹൗസിന് ചുറ്റുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും തുറന്ന പ്രിസിഷൻ കൃഷി നടത്തുന്നു. വെണ്ടയും പയറും പാവലും പടവലവും ഉള്ളിയും മല്ലിയും പച്ചമുളകും പാവയ്ക്കയും എല്ലാം ഗ്രോ ബാഗിലും തറയിലും നട്ടു വളർത്തിയിട്ടുണ്ട്. ഭിത്തികളിലേക്ക് നൈലോൺ വല കെട്ടി പയറും പടവലവും പാവയ്ക്കയും ഒക്കെ കൃഷി ചെയ്യുന്നു. തായ്ലൻഡിൽ നിന്നുള്ള ചിയാത്തായ് ഇനം പയറാണ് പ്രവേശന കവാടത്തിന് വലതുവശത്തായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അധികം പടർന്നു കയറാത്ത ഈ ഇനത്തിന് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള വഴുതന, വെള്ളയും വയലറ്റും ഇവിടെയുണ്ട്. ഔറംഗാബാദിൽ നിന്നുള്ള ലളിത F1 എന്ന ഇനമാണ് പ്രധാനമായുമുള്ളത്. സാഹിബ F1 എന്ന ഇനത്തിലെ വെണ്ടച്ചെടികളാണ് ഈ നിൽക്കുന്നത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട പച്ചമുളകുകൾ വ്യാപകമായി തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നു. സെന്റ് ഈ പ്ലോട്ടിന് 88 സെൻറ്റ് വിസ്തീർണമുണ്ട്. അതിൽ 25 സെൻറ്റോളം ഗ്രീൻ ഫാമിങ്ങിന് വേണ്ടി ഗ്രീൻ ഹൗസ് നിർമ്മിച്ച് അതിനകത്ത് ഫസ്റ്റ് ക്രോപ്പ് കഴിഞ്ഞു. ഇതിപ്പോൾ ഇട്ടിരിക്കുന്ന സെക്കൻഡാണ്. വെളി പ്രിസിഷൻ ഫാമിങ്ങും അകത്ത് പ്രിസിഷൻ ആണെങ്കിലും ഗ്രീൻ ഹൗസ് ഫാമിങ്ങുമായിട്ട് ചെയ്യുന്നു. പോളി ഹൗസ് കൃഷിക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും നിർദ്ദേശങ്ങളും പാലക്കാട് നിന്നാണ് ലഭിക്കുന്നത്. ഈ രംഗത്ത് അറിവും അനുഭവമുള്ള KA അനിയുടെ പൂർണ്ണ പിന്തുണ ഇന്ദ്രബാലന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. നിരവധി ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫീൽഡാണ് ഈ സ്ട്രക്ചറുകളുടെ ഡിസൈൻ എങ്ങനെയാണ് അങ്ങനെയെന്ന്. അങ്ങനെ വളരെയധികം കമ്പനികൾ, ഇന്ത്യയിലും വിദേശത്തുള്ള കമ്പനികൾ വിവിധ തരത്തിലുള്ള കാലാവസ്ഥയിലും മണ്ണിലും കൃഷി രീതിക്കുള്ള സ്ട്രക്ചർ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആൾറെഡി വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ കയറി പണിയെടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആളുകൾ കൊണ്ടുവന്ന് ഇത് ഫിറ്റ് ചെയ്ത് തരും. ഏത് തരത്തിലും വളരെ റെപ്യൂട്ടഡ് കമ്പനീസ് ഒരുപാടുണ്ട്. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് നമ്മളെ കേരളത്തിലുള്ള ക്രോപ്പുകൾ ആരും ഗ്രീൻ ഹൗസിൽ ചെയ്തിട്ടില്ല. വേറെ പല ക്രോപ്പുകളുമാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഹ്യൂമിഡിറ്റി കൂടിയ ഒരു സ്ഥലത്തുള്ള കൃഷി പലരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ എന്തെല്ലാം ക്രോപ്പുകൾ ചെയ്യാം, അതിന് പറ്റിയ വെറൈറ്റീസ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇനി നമുക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്.
കുറഞ്ഞ കാലയളവിൽ പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി വിളവ് ലഭിച്ചതായി ഇന്ദ്രബാലൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ കൃഷിരീതിയെ അപേക്ഷിച്ച് 3-4 ഇരട്ടി വിളവ് ലഭിക്കുന്നുവെന്നത് ഈ കൃഷിയിലെ ഇന്ദ്രജാലം തന്നെയാണ്. ആദ്യത്തെ ക്രോപ്പ് വളരെ ആദായകരമായിരുന്നു. ഏതാണ്ട് 1.5-2 ലക്ഷം രൂപയോളം എനിക്ക് ലാഭമുണ്ടായി. ഈ ലാഭം ഉണ്ടാകാൻ കാരണം ഈ ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ വെളിയിലൊരു സ്റ്റാളുണ്ട്. ആ സ്റ്റാളിൽ വെച്ച് തന്നെ ജനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് ഇതിനകത്തുണ്ടായ നേട്ടം. ഇന്ദ്രബാലന്റെ ബിസിനസ്സിൽ സഹായിക്കാനായി പ്രസാദും അനിൽ മേനോനും എപ്പോഴും ഒപ്പമുണ്ട്. ഫാമിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വൈകിട്ടത്തെ വിൽപ്പന കൗണ്ടർ പ്രവർത്തിപ്പിക്കാനും അനിലും റഹ്മത്തും അമാലുൽ ഇസ്ലാമും രംഗത്തുണ്ട്. ഇന്ദ്രബാലന്റെ ചാരുമൂട്ടിലെ ഹോട്ടലിനോടനുബന്ധിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനും ഗ്രൂപ്പിലെ മുഴുവൻ ഹോട്ടലുകളിലേക്കും വിതരണം ചെയ്യുന്നതിനുമായി അക്ഷയ എന്ന പേരിൽ ഫുഡ് സെക്ഷൻ പ്രവർത്തിക്കുന്നു. ഇന്ദ്രപ്രസ്ഥ ഫാമിൽ നിന്നുള്ള പച്ചക്കറികൾ വിൽപ്പന കഴിഞ്ഞുള്ളവയും ഹോട്ടൽ ആവശ്യത്തിനുള്ളവയുമെല്ലാം അക്ഷയയിലെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ആവശ്യാനുസരണം പച്ചക്കറികൾ ചെറു കഷണങ്ങളാക്കി പാക്ക് ചെയ്താണ് ശീതീകരിച്ച വാഹനങ്ങളിൽ വിവിധ ഹോട്ടലുകളിലേക്ക് എത്തിക്കുന്നത്. ഇന്ദ്രബാലൻ ഹൈടെക് കൃഷിയുടെ ബാല്യദശ വൻ നേട്ടത്തോടെ അതിവേഗം പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലക്ഷ്യമിടുന്ന അടുത്ത ഹൈടെക് ഫാമും അന്യം നിന്നുപോകുന്ന നാടൻ പശുക്കളെ നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ള ഗോശാലയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടും. എന്തും നേരിടാനുള്ള അർപ്പണബോധവും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഈ കായിക പ്രേമിക്കുണ്ട്. ഇന്ദ്രജാല സമാനമായ നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും ഇന്ദ്രബാലനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നാടിനുകൂടി നന്മയാകുന്ന ആ നല്ല കാഴ്ചകൾക്കായി നമുക്കും കാത്തിരിക്കാം.